അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. അഖിലാണ്ട ശോഭിതമാം പരമാത്മരൂപം എൻ്റെ അകതാരിൽ കണ്ടിടുമ്പോൾ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആനന്ദം നിത്യാനന്ദം, ആനന്ദം പരമാനന്ദം, പരമാത്മാധിവാസത്താൽ ആനന്ദം. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലോ. ആത്മനാഥൻ വന്നു ആത്മജ്ഞാനം തന്നു, ആത്മാവിലാനന്ദമായി വാഴുന്ന നാഥനല്ലോ. ആത്മശുദ്ധി വരുത്തി, ആത്മബോധം വരുത്തി. അഖില ലോകേശ അവതാരരൂപ ആത്മാവിൽ വാഴണേ നാഥ, എൻ്റെ ആത്മാവിൽ വാഴണേ നാഥ. ആത്മാവിൽ വാഴണേ നാഥ,
അഖിലലോകേശ്വരൻ അവതാരമായി വന്ന് സർവാത്മാക്കളിലും ആനന്ദം ദാനം ചെയ്യുവാൻ വേണ്ടി സ്ഥാപിച്ച ദിവ്യമായ പുണ്യമായ മഹത്തായ അതിശ്രേഷ്ഠമായ ആദർശമാണ് ആത്മബോധോദയ സംഘം. നിഷ്കളങ്ക ജ്ഞാനഖഡ്ഗി ഉദയമായി വന്ന് നിന്നുകൊണ്ട് ഉന്നതമായ തൻ്റെ തിരുഹൃദയത്തെ തുറന്ന് പ്രകാശിപ്പിച്ച് മർത്യജന്മങ്ങളിലുള്ള സർവ അന്ധകാരാവസ്ഥകളെയും മായാമറകളെയും മാറ്റി വിജ്ഞാന സൂര്യൻ ഉദയമായി കണ്ട് ആനന്ദിക്കുവാൻ തക്ക വിധത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാദേവാലയമാണിത്. ഈ ദേവാലയത്തിലേക്ക് ഈശ്വരനാൽ നിയോഗിതരായി സ്വീകരിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇന്നേ ദിവസവും കുറേ ആളുകൾ സത്യം കേട്ടു, ആദർശത്തിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ഉന്നതമായ ഈ സത്യത്തെ സ്വീകരിക്കുന്ന നിമിഷം മുതൽ ഇനി എനിക്കിതിൽ വലുതായി ഒന്നുമില്ല എന്ന തീരുമാനത്തോടുകൂടി എനിക്കുള്ള ധനം എൻ്റെ ഗുരുവരൻ താൻ, അതിൽ വലുതായി എനിക്കൊന്നുമില്ലേ എന്ന തീരുമാനത്തോടുകൂടി ജീവിതം ചെയ്യുന്നവർക്കാണ് ആത്മബോധോദയ സംഘത്തിൽ കൂടി ആനന്ദവും ആശ്വാസവും ഈശ്വരൻ ദാനം ചെയ്യുന്നത്. അപ്രകാരം ജീവിതം ചെയ്യുന്നവർക്ക് അത് അനുഭവമാകുന്നുവെങ്കിൽ, അങ്ങനെ ആർക്കെങ്കിലും ആനന്ദാനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആശ്വാസം അനുഭവമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തി കണ്ടാക്കും. ശാശ്വതമാകുന്ന ആനന്ദമിൽ ദാനമായി നൽകണേ നാഥാ, ദാനമായി നൽകണേ നാഥാ. ഉന്നതമായ മഹാതത്വങ്ങൾ ഉള്ളടക്കമായ അനേകം കീർത്തനങ്ങൾ നമുക്കായി ഈശ്വരൻ പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇന്നും പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ ഉണ്ട് ഒരു ആത്മാവിൻ്റെ വളർച്ചയ്ക്കുള്ള എല്ലാ തത്വങ്ങളും അതിലുണ്ട്. വലിയ വലിയ പുരാണങ്ങൾ കൊണ്ടു നടന്ന് പഠിച്ച് അതിൻ്റെ വിശദീകരണവും പഠിച്ച് അതിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും പഠിച്ചാൽ ഒരു ആത്മാവിലേക്കുണ്ടാകുന്ന ഒരു ചെറിയ ഒരു കാര്യമുണ്ടാകും. ഒരു പുല്യ പുരാണം പഠിച്ചാൽ ഒരു ചെറിയ കാര്യമായിരിക്കും ആളിന് കിട്ടുന്നത്. അത് നമ്മുടെ കീർത്തനത്തിൽ ഒരു വരിക്കുള്ളിൽ ഭഗവാൻ ഉള്ളടക്കം ചെയ്ത അനേകം കീർത്തനങ്ങൾ മനുഷ്യലോകത്തിനായി ദാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ മഹത്തരമായ കീർത്തനങ്ങൾ ദൈവം ദാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കീർത്തനം വീണ്ടും പാടുമ്പോൾ ഉണ്ടാകുന്ന ആ സുഖത്തിൽ നിന്ന് ഞാൻ വീണ്ടും അത് ഓർത്തുപോയതാണ്. അപ്പോൾ ഈ സത്യമാകുന്ന ആദർശത്തെ സർവാശ്രയമായി കണ്ടുകൊണ്ട് ജീവിതം ചെയ്യുന്നവർക്ക് ആനന്ദം ഈശ്വരൻ ദാനം ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. ലോകവശാൽ വിവിധ പരീക്ഷണങ്ങൾ ഉണ്ടാകും. ലോകവശാൽ പല വിധത്തിലുള്ള പോരായ്മകളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശ്വരനെ അറിയുന്നവർക്ക് ഒരിക്കലും ഗുരുവിനെ വിട്ട് അന്യമായി ചിന്തിക്കുവാനോ പറയുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുകയില്ല. കാരണം അറിയുന്നത് അകം കൊണ്ടാണ്, പുറം കൊണ്ടല്ല. കഴിഞ്ഞ ഒരു ആരാധനയിൽ ഞാൻ പറഞ്ഞു 3 വിധത്തിലുള്ള ആ സ്നേഹവും അതിൻ്റെ നിലനിൽപ്പുമൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിരുന്നു. ആ വിധത്തിൽ ഇതിനെ പൂർണ്ണമായും അറിയുന്നവർ ഗുരുവിനെ സർവാശ്രയമായി കണ്ട് ജീവിക്കുകയും എല്ലാ പോരായ്മകളും എല്ലാ ദുഃഖങ്ങളും എൻ്റെ ഗുരു അറിയുന്നുണ്ട് എന്ന തീരുമാനത്തോടുകൂടി ആത്മബലത്തോടുകൂടി ജീവിക്കുവാൻ കഴിയുകയും ചെയ്യും. അതാണ് ഏറ്റവും വലിയ ഒരു ശിഷ്യൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നതാണ്. പുരാണങ്ങളിൽ പല കഥകൾ പറഞ്ഞിട്ടുള്ളത് പലരും പാടി നടക്കുന്നുണ്ട്, ഇപ്പോഴും പലരും പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് വലിയ സ്റ്റേജുകളൊക്കെ കൈയടക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. കുചേലൻ്റെ കഥ നിങ്ങൾക്കെല്ലാം അറിയാം. കുചേലൻ 27 സന്താനങ്ങളും ഭാര്യയുമായിട്ട് പട്ടിണിയും പരുവട്ടവുമായി ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആ സമയത്ത് എന്നും പട്ടിണിയാണ്, എല്ലാ ദിവസവും പട്ടിണിയാണ്. എന്തെങ്കിലും അല്പമാത്രമായി കിട്ടി എത്ര പേർക്ക് കൊടുക്കും? 29 പേരൊരു കുടുംബത്തിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഭിക്ഷ യാചിച്ചു കൊണ്ടുവന്നാണ് ഇതിനെല്ലാം കഴിഞ്ഞു കൂടുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിരവധി പരീക്ഷണങ്ങളെ മറികടന്ന് വർഷങ്ങൾ പോയിട്ടും സതീർത്ഥനായ തൻ്റെ ഭഗവാനെ കാണാൻ പോകാൻ സന്നദ്ധനായില്ല. ഭാര്യയുടെ നിർബന്ധം വന്നപ്പോഴാണെന്ന് പോയത് കാണാൻ. ചെന്ന് കണ്ടപ്പോൾ അതിന് മറുപടി കൊടുക്കുകയും ചെയ്തു, അനുഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ ആ അനുഗ്രഹം ഉണ്ടായത് പുരാണങ്ങളിൽ പറയുന്ന പ്രകീർത്തിക്കുന്ന ആ അനുഭവങ്ങൾ
ഏത് വിധത്തിലാണ് ഒരു മനുഷ്യ ജീവിതത്തിലേക്ക്, സാധാരണ ജീവിതത്തിലേക്ക് ലഭിക്കുന്നത് എന്ന് തിരിച്ചറിവില്ലാത്തവർ പല പരീക്ഷണങ്ങളും ദൈവം മുമ്പാകെ ചെയ്യുന്നത് കാണാൻ കഴിയും. കുചേലം കൊണ്ടുവന്ന് അവല് കൊടുത്തു, അപ്പോൾ ഭഗവാൻ അത് വാരി കഴിച്ചു. ചില ആളുകൾ ചില സാധനങ്ങളുണ്ടെന്ന് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഭഗവാൻ ഇത്തിരി ഇതിൽ നിന്ന് കഴിക്കണേ. ഞാൻ പറഞ്ഞു കഴിക്കാം. ഇപ്പം ആ അവല് കഴിച്ചപ്പോൾ അവിടെ കൊട്ടാരം ഉണ്ടായി, സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായി, വസ്ത്രങ്ങളുണ്ടായി, വലിയ പട്ടുവസ്ത്രങ്ങളൊക്കെ ലഭിച്ചു. ഇതൊക്കെയാണ് പുരാണത്തെ വിശദീകരിച്ചിരിക്കുന്നത്. ഇത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് എന്ന് അതിൻ്റെ അർത്ഥതലങ്ങൾ പലർക്കും അറിയില്ല. എന്നാൽ മനുഷ്യൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഇത് ആഗ്രഹിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ ഉറക്കം ഉണരുമ്പോൾ എൻ്റെ ഭഗവാൻ എനിക്ക് കൊണ്ടുവന്ന് ഈ കൊട്ടിലൊക്കെ മാറ്റി വലിയ കൊട്ടാരമാക്കി തരും. ഞാൻ ഇന്ന വിധത്തിലൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നതൊക്കെ കൊണ്ടുവന്ന് നേർച്ച കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അതൊന്നും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയല്ല. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചാൽ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ അറിഞ്ഞവരല്ല. അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് അത് കുറച്ച് വിശദമായി ചിന്തിച്ചെങ്കിലേ മനസ്സിലാക്കാൻ കഴിയൂ. വളരെ വിശദമായ ഒരു ചിന്തയും വളരെ വിശദമായ ഒരു പഠനവും അതിനാവശ്യമാണ്. നമ്മൾ നിരന്തരമായ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ദൈവം ഒരുക്കിയെടുക്കുന്നത് നിനക്കുന്നതമായ സ്ഥാനം നൽകുവാൻ വേണ്ടിയാണ്. ആടയാഭരണങ്ങളായിട്ടും പട്ടുമെത്തയായിട്ടും ഉന്നത സ്ഥാനങ്ങളായിട്ടും ഉന്നത കെട്ടിടങ്ങളായിട്ടും ഒക്കെ നിനക്ക് ലഭിക്കുന്നത് ബാഹ്യമായ കാര്യങ്ങളല്ല, ആന്തരികമായ അവസ്ഥകളാണ്. ഇന്ന് ദേഹം വിട്ട് എന്നോടുകൂടി നിന്ന് പ്രവർത്തിച്ച് ത്യാഗകർമ്മം ചെയ്ത് ദേഹം വിട്ട് നിൽക്കുന്ന എൻ്റെ ആത്മാക്കൾക്കറിയാം അത് സത്യമാണ് എന്ന്. അവർ കൈ ഉയർത്തുന്നതും കൈയടിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാൻ സാധ്യമല്ലല്ലോ, പക്ഷേ അത് സത്യമാണ്. അപ്പം മരണശേഷം അത് കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്താ എന്ന് ചിന്തിച്ചേക്കാം. മരണശേഷം എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല. പോരായ്മകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെയ്തു തീർക്കാൻ കർമ്മമുണ്ടെങ്കിൽ, മരണശേഷം അടുത്ത കർമ്മദേഹം ലഭിക്കുന്നത് വരെ ഈ ആത്മാവ് ലോകത്തിൽ അലയേണ്ടി വരും. അതൊരു വലിയ അലച്ചിലാണ്. പുതിയൊരു കർമ്മദേഹം സ്വീകരിക്കുന്നത് വരെ ആത്മാവ് അലയുന്നതൊരു വലിയ അലച്ചിലാണ്. ആ കർമ്മദേഹം സ്വീകരിച്ചാൽ അതിലിരുന്നു കൊണ്ടില്ലേ കർമ്മദോഷം തീരത്തക്ക വിധം പ്രവൃത്തി പൂർത്തിയാകുന്നത് വരെ ലോകത്തിൽ ജീവിക്കേണ്ടി വരുന്നതും അത്ര നിസ്സാരമായ കാര്യമല്ല. ഇതെല്ലാം കൃത്യമായി പരിഹരിച്ച് ഒരാത്മാവിനെ അതിൻ്റെ പരിപൂർണാവസ്ഥയിൽ എത്തിക്കുവാൻ ആത്മനാഥൻ പരിശ്രമിക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? സർവദാ ആശ്രയിച്ച് ജീവിക്കുക, സത്യം പാലിച്ച് ജീവിക്കുക. അങ്ങനെ സത്യത്തിൽ കൂടി ജീവിച്ച് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഉന്നതമായ അവസ്ഥകളെ മനസ്സിൽ ഹൃദയത്തിൽ അറിഞ്ഞുകൊണ്ട് എപ്പോഴും ഗുരുഭക്തിയോടുകൂടി ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഉന്നതമായി നടത്തപ്പെട്ട നമ്മുടെ മഹാതീർത്ഥാടനം എത്ര വർണ്ണിച്ചാലും അതിവരാത്ത വിധത്തിലാണ് 7 ദിവസം അതിൻ്റെ ഉന്നതമായ കർമ്മങ്ങൾ നടത്തപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ച നമുക്കൊരു അതിഥി ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സമയം നമുക്കതിന് എടുക്കാൻ കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ആഴ്ച വന്നപ്പോൾ രാജാര്യസ്തുതി കൂടി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് പക്കനാൾ സ്തുതികൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തയാർ ശാഖാശ്രമത്തിൻ്റെ വാർഷികം കഴിഞ്ഞ് അവരും വന്നിട്ടുണ്ട്. ഇനിയും അനേകം കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ 9 ശാഖാശ്രമ വാർഷികങ്ങളാണ് ഈ ജനുവരി മാസം മാത്രം നടത്തപ്പെടുന്നത്. അപ്പോൾ 1 കഴിഞ്ഞുള്ളൂ, ഇനി 8 എണ്ണം ബാക്കിയാണ്. അപ്പം അതെല്ലാം നമുക്കിങ്ങനെ ഓരോ ആഴ്ചകളും വരികയാണ്. എങ്കിലും നമുക്ക് തിരുമുമ്പാകെ നന്ദി അർപ്പിക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. 1000 പുഷ്പങ്ങൾ നന്ദിയായി പാദത്തിൽ അർപ്പിക്കുന്നേ. 1000 അനന്തനാൽ വർണ്ണിപ്പാൻ സാധ്യമാവാത്തത്ര നന്ദിയുണ്ട്. നമുക്ക് നന്ദി പറഞ്ഞു തീർക്കാനല്ല, പ്രവർത്തിച്ചു തീർക്കാനുള്ളതാണ്. ആത്മപ്രകാശനമായി നന്ദി അങ്ങനെ വർദ്ധിക്കട്ടെ ഓരോ ഹൃദയങ്ങളിലും.
ഒന്നോ രണ്ടോ ആളുകൾക്ക് ഈ ആരാധനയിലും ഒരു നന്ദി പ്രകടിപ്പിക്കുവാൻ ഞാൻ അവസരം കൊടുക്കുകയാണ്. ഉന്നതമായ നിലയിൽ ആരാധന നടക്കട്ടെ. അവരിൽ കൂടിയും ഭഗവത് ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാകട്ടെ. സശ്രദ്ധം ആരാധനയിൽ നിങ്ങൾ ഉൾക്കൊണ്ടിരിക്കുക. എങ്കിലേ ഇതിൻ്റെ എല്ലാം ഫലം നിങ്ങളിലേക്ക് സ്വീകരിക്കാൻ കഴിയുള്ളൂ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ, പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ, അവിടെയാണ് ഞാൻ അനുദിനമെന്നിൽ ആനന്ദം കണ്ടേ. പരമപവിത്രം പരമാനന്ദം ഗുരുവിൻ പാദങ്ങൾ, അവിടെയാണ് ഞാൻ അനുദിനമെന്നിൽ ആനന്ദം കണ്ടേ. സർവത്തിന്റെ ഉടമസ്ഥനായ സർവശക്തിയാണ് ഗുരു. സർവത്തിന്റെ ഉടമസ്ഥനായ സർവശക്തിയാണ് ഗുരു. ഈ ഒരു വാക്ക് പറയുമ്പോൾ എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും? ഈ ഒരു വാക്ക് കേൾപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചിന്തിക്കാൻ പറ്റും? ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇതിൽ കാണുന്ന അമാനുഷികമായ ശക്തിവിശേഷങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഇതിൽ കാണുന്ന അമാനുഷികമായ ശക്തിവിശേഷങ്ങളെക്കുറിച്ച്, ഇതിലെ സൃഷ്ടികളെയും അതിന്റെ വിശേഷങ്ങളെയും ചിന്തിക്കാം. വിവിധ സൃഷ്ടികളെയും അതിന്റെ വിശേഷങ്ങളെയും, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ ചിന്തിക്കാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, സമുദ്രങ്ങൾ, ഇതൊക്കെ ചിന്തിക്കാം. വിവിധ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂമിയുടെ അപാരതയെ ചിന്തിക്കാം. വിവിധ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ഭൂമിയുടെ അപാരതയെ ചിന്തിക്കാം. ഇങ്ങനെ ചിന്തിച്ചാൽ മതിവരാത്ത വിധത്തിൽ പലവിധ കാര്യങ്ങളും ലോകത്തിൽ ചിന്തിക്കാം. അങ്ങനെ ചിന്തിച്ചാൽ മതിവരാത്ത പലവിധത്തിലുള്ള കാര്യങ്ങൾ ലോകത്തിൽ ചിന്തിക്കാം. ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന പരിധിക്കപ്പുറമായി പലതും ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. ഒരു മനുഷ്യന് ചിന്തിക്കാവുന്ന പരിധിക്കപ്പുറമായി പലതും ലോകത്തിലുണ്ട് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഗുരു ആകുമോ? എന്നാൽ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചാൽ ഗുരു ആകുമോ? ഒരിക്കലുമില്ല. ഗുരു അതിനും അതീതമായ ശക്തിയാണ്. ഗുരു അതിനും അതീതമായ ശക്തി. കാരണം ഇന്ന് കാണുന്ന, നിങ്ങൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയും ഇതിനോടനുബന്ധമായി നിൽക്കുന്ന പ്രപഞ്ചവും, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഭൂമിയും ഇതിനോടനുബന്ധമായി നിൽക്കുന്ന പ്രപഞ്ചവും, ഇതിനൊരു വായു സഞ്ചാര പഥമുണ്ട്. വായു സഞ്ചാര പഥമുണ്ട്. ഗോളങ്ങൾക്കുള്ള സഞ്ചാരപഥമുണ്ട്. ഗോളങ്ങൾക്കുള്ള സഞ്ചാരപഥം. വിവിധങ്ങളായി ഇങ്ങനെ നിലനിർത്തിയിരിക്കുന്ന പല സാധന സാമഗ്രികളും ഉണ്ട്. വിവിധങ്ങളായി നിലനിർത്തിയിരിക്കുന്ന പല സാധന സാമഗ്രികളും, പല അത്ഭുത പദാർത്ഥങ്ങളും ഉണ്ട്. പല അത്ഭുത പദാർത്ഥങ്ങളുണ്ട്. ഇതുപോലെ കോടാനുകോടി സൃഷ്ടിക്കാൻ കഴിവുള്ള ആളാണ് ഗുരു. ഇതുപോലെ കോടാനുകോടി സൃഷ്ടിക്കാൻ കഴിവുള്ള വസ്തുവാണ്. സൃഷ്ടിച്ചിട്ടുള്ള ആളാണ് ഗുരു. സൃഷ്ടിച്ച വസ്തുവാണ്. സൃഷ്ടിക്കാനുള്ളതല്ല, സൃഷ്ടിച്ച ആളാണ് ഗുരു. സൃഷ്ടിച്ച ആളാണ്. ആ ഗുരുവിനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ആ ഗുരുവിനെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? ഇപ്പോ സർവത്തിനും അധികാരിയായി വാഴുന്ന ഒരു സർവശക്തി എന്നൊരു വാക്ക് പറയുമ്പോ, സർവത്തിനും അധികാരിയായി വാഴുന്ന സർവശക്തി എന്നൊരു വാക്ക് പറയുമ്പോൾ, ഒരു മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ എത്തിച്ചേർക്കാൻ പറ്റുന്ന ഒരു വിചാരമല്ലാതെ, മനുഷ്യന്റെ ബോധമണ്ഡലത്തിൽ എത്തിച്ചേർക്കാൻ പറ്റുന്ന ഒരു വിചാരമല്ല, പക്ഷേ ലോകവ്യാപാരങ്ങളിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക വിധം ലോകവ്യാപാരത്തിൽ കഴിഞ്ഞുകൂടുന്ന മനുഷ്യർക്ക് മനസ്സിലാകത്തക്ക ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നുമല്ല ഗുരു. ഇങ്ങനെയൊക്കെയുള്ള ചില പദങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതൊന്നും തന്റെ ആ ചൈതന്യത്തിൽ നിന്ന്, കോടാനുകോടിയിൽ ഒരു അംശം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ ഉളവാക്കിയതെന്ന് ചിന്തിച്ചാൽ ഗുരുവിന്റെ വലിപ്പത്തെ എങ്ങനെ ചിന്തിക്കാൻ പറ്റും? കോടാകോടി സൂര്യപ്രഭ ഒത്തുചേർന്നു പ്രകാശിച്ചാൽ ഈശ്വരന്റെ
താങ്ങാൻ പറ്റുന്നില്ല. ഒരു സൂര്യനെയും അതിന്റെ ചൂടിനെയും തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഇപ്പൊ നട്ടുച്ച സമയത്ത് ഇപ്പൊ നിങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി ഒരു 5 മിനിറ്റ് നിന്നാൽ തളർന്ന് താഴെ വീഴും. നട്ടുച്ച സമയത്ത് ഇപ്പോൾ നമ്മൾ വെളിയിലേക്ക് ഇറങ്ങി 5 മിനിറ്റ് നിന്നാൽ തളർന്ന് താഴെ വീഴും. സാധാരണക്കാരെ തളർന്ന് താഴെ വീഴും. നിത്യേന ഇത് പരിചയമുള്ള തൊഴിലാളികളുണ്ട്. വെയിലത്ത് ജോലി ചെയ്ത് സ്ഥിരപരിചിതമായിരിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വലിയ പ്രശ്നം തോന്നുകയില്ല. എങ്കിലും അതിൻ്റെതായ ക്ഷീണവും ബുദ്ധിമുട്ടും ഒക്കെ അവർക്കും ഉണ്ടാവും. അങ്ങനെയുള്ള ഈ സൂര്യൻ ഒരു സൂര്യനെ നമുക്ക് കാണാനും ചിന്തിക്കാനും തന്നെ പ്രയാസമാണെങ്കിൽ കോടാനുകോടി സൂര്യനേക്കാൾ പ്രഭയുള്ള ഈ ഗുരുവിന്റെ രൂപത്തെ എങ്ങനെയാണ് ചിന്തിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് പറഞ്ഞത്, ചിന്തിച്ചാൽ അന്തമില്ലാതുള്ള കാര്യങ്ങളുണ്ട്, 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 ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക, ചിന്തകന്മാരായുള്ളവർ ചിന്തിച്ചറിയുക, പരമാത്മാവിന്റെ വാഴ്ച പരമാനന്ദമേ, പരമാത്മാവിന്റെ വാഴ്ച ചിന്തിച്ചാൽ അന്തമില്ലാതുള്ള കാര്യങ്ങളാണ് ഈ പ്രപഞ്ച പ്രകൃതിയായി കാണപ്പെടുന്നതെല്ലാം. ഇപ്പൊ ബാഹ്യലോകം എങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആന്തരികാവസ്ഥയാകുന്ന പരലോകം എങ്ങനെയായിരിക്കും? അത് ഒട്ടും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇപ്പോ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാർ ഒരു പദാർത്ഥത്തെ എടുത്തു വെച്ച് വർഷങ്ങളോളം പഠിച്ചിട്ടാണ് അതിന്റെ ആ മഹത്വത്തെ, അതിന്റെ ഗുണങ്ങളെ, അതിന്റെ വൈഭവങ്ങളെ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുന്നത്. എന്നിട്ടാണ് അതിന്റെ പ്രയോജനങ്ങൾ ലോകത്തിന് ദാനമായി കൊടുക്കുന്നത്. അങ്ങനെയുള്ള ഈ ബാഹ്യപ്രപഞ്ചത്തിലുള്ള ഒരു വസ്തുവിന് അതാണ് വ്യവസ്ഥയെങ്കിൽ ഇതിന് ആന്തരികമായി നിൽക്കുന്ന വസ്തുക്കളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കണം. ഓരോന്നിലുമുള്ള ഗുണങ്ങളെ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ആന്തരികാവസ്ഥ തന്നെയാണ് തിരിച്ചറിയുന്നത്. കാരണം മറവായിരുന്നതായിരുന്നല്ലോ മഹത്വം. ആ മഹത്വത്തെയാണല്ലോ തിരിച്ചറിഞ്ഞത്. പക്ഷേ അതിനുള്ളിലും മറ്റൊരു മഹത്വമുണ്ട് എന്ന് ശാസ്ത്രജ്ഞന്മാർ പോലും പലരും അറിയുന്നില്ല.
സംസാരിക്കുന്നത്. വളരെ അപൂർവം ചില ആളുകൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. വളരെ അപൂർവം ചില ആളുകൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ഉൾക്കാമ്പായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ഉൾക്കാമ്പായി നിൽക്കുന്ന ഒരു ശക്തിയുണ്ട്. ചില ആളുകൾക്ക് അത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല. ചില ആളുകൾക്ക് അത് ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും അവരിൽ കൂടി ഈ കർമ്മങ്ങൾ ദൈവം നടത്തുന്നുവെങ്കിലും അവർക്ക് സ്വയം ബോധ്യമില്ല ഇതെന്തൊക്കെയാണ് നടക്കുന്നത് എന്ന്. വളരെ അപൂർവ ആളുകൾക്ക് അതും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അദ്ദേഹം കണികാ സിദ്ധാന്തം കണ്ടുപിടിച്ചിട്ട് മൂലകങ്ങളെ വേർതിരിച്ച് അവസാനം അദ്ദേഹം പറഞ്ഞ എന്താണ്? ദൈവം എന്നൊരു ശക്തി ഉണ്ട് എന്നാണ്. അത് അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അതുപോലെ അപൂർവം ചില ആളുകളുണ്ട്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഗുരു എന്ന് 2 അക്ഷരത്തിൽ ഒതുക്കി നമ്മൾ ഈ വ്യാഖ്യാനിക്കുന്ന ഈ വസ്തു, അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഈ വസ്തു, അല്ലെങ്കിൽ പറയുന്ന ഈ വസ്തു, അല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ഈ വസ്തു, അത് ആ 2 അക്ഷരത്തിലോ അനേകം അക്ഷരങ്ങളിലോ ഈ പ്രപഞ്ചത്തിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു വസ്തു അല്ല. സൂക്ഷ്മവും സ്ഥൂലവുമായ സർവ്വലോകങ്ങളെയും സൃഷ്ടിച്ച വസ്തുവാണ്. ബോധം ദാനാദിയിൽ ബോധം കൊണ്ടീ ലോകം, ബോധത്താലേകത്വം ഏകമോക്ഷം. ഉരുത്തിരിഞ്ഞു വന്ന ഈ പ്രപഞ്ചത്തെ, അതിന്റെ മഹത്വത്തെ, അതിന്റെ ആന്തരികാവസ്ഥയെ, സൂക്ഷ്മ ലോകങ്ങളെ, അതിൽ വിരാജിക്കുന്ന ശക്തികളെ, ത്രിമൂർത്തികളെ എന്ന് വേണ്ട എന്തെല്ലാം ശക്തിവിശേഷങ്ങൾ ഈ പ്രപഞ്ചത്തിൽ സൂക്ഷ്മമായി നിലകൊള്ളുന്നു, ഇഹപര വ്യവസ്ഥയായി നിലകൊള്ളുന്നു, അതിനെല്ലാം സൃഷ്ടിച്ചതും അതിന്റെ എല്ലാം ഉള്ളിലായും പുറമേയായി നിൽക്കുന്ന വസ്തുവാണ് ഗുരു. അതുകൊണ്ടാണ് പറഞ്ഞത്, ഗുരു തന്നെ സൃഷ്ടിക്കാതെയും സർവ ഗുരുവായി ലഭിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ ഇതൊരു ഭാഗ്യകാലമാണ് എന്ന് ബോധ്യമുള്ളവരൊന്ന് കൈയുയർത്തിക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് പൂർണ്ണസമ്മതത്തോടുകൂടി കൈകൾ ഉയർത്തിയതാണെങ്കിൽ, പൂർണ്ണ അനുഭവത്തോടുകൂടി കൈകൾ ഉയർത്തിയതാണെങ്കിൽ, ഇപ്രകാരം ഗുരുവിനെ ലഭിച്ചിരിക്കുന്ന ശിഷ്യഗണങ്ങൾ എപ്രകാരം ലോകത്തിൽ ജീവിതം ചെയ്യണമെന്നൊന്ന് തന്നെത്താൻ ചിന്തിക്കണം. അനേക നിയമങ്ങൾ നമുക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ആത്മാവിന്റെ പരിശുദ്ധിക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ്.
വേണ്ടി അത് പൂർണ്ണമായും ചിന്തിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ട ശിഷ്യഗണങ്ങൾ പൂർണ്ണമായും ചിന്തിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ട ശിഷ്യഗണങ്ങൾ തന്നെത്താനൊന്ന് ആലോചിക്കുക. ഈ കർമ്മങ്ങൾ, ഈ നിയമങ്ങൾ, ഈ നിഷ്ഠകൾ ഇതൊക്കെ പാലിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? തന്നെത്താൻ തന്നോടൊന്നു ആലോചിക്കാത്മാവേ നീ തന്നെത്താൻ തന്നെത്താൻ തന്നോടൊന്നു ആലോചിക്കാത്മാവേ നീ തന്നെത്താൻ തന്നോടൊന്നു ആലോചിക്കാത്മാവേ ഈ ലോക ജന്മമായി വന്നതു എന്തിനാണ്? ഈ ലോക ജന്മമായി വന്നതു എന്തിനാണ്? തന്നെത്താൻ ആദിനാഥൻ സൃഷ്ടിച്ച സൃഷ്ടിലോകേ ആദിനാഥൻ സൃഷ്ടിച്ച സൃഷ്ടിലോകേ മധ്യനായി ജന്മം തന്നതെന്തിനെന്നാലോചിക്കാം. ആദിനാഥൻ സൃഷ്ടിച്ച മധ്യനായി ജന്മം തന്നതെന്തിനെന്നാലോചിക്കാം. മഹത്വം ഭാഗ്യമതു സ്വസ്ഥതയും നൽകുവാനായി മഹത്വം ഭാഗ്യമതു സ്വസ്ഥതയും നൽകുവാനായി ആദിനാഥൻ നിയമിച്ചൊരു നിയമമല്ലോ നിന്റെ ജന്മം. ആദിനാഥൻ നിയമിച്ചൊരു നിയമമല്ലോ നിന്റെ ജന്മം. മഹത്വം ഭാഗ്യമതു സ്വസ്ഥതയും ആദിനാഥൻ നിയമിച്ചൊരു നിയമമല്ലോ നിന്റെ ജന്മം.
സ്വസ്ഥത കണ്ടിടുവാൻ ഭാഗ്യമാകുന്നു സ്വസ്ഥത കണ്ടിടുവാൻ സ്വർഗസ്ഥൻ ദാനം ചെയ്ത ഭാഗ്യമാണ് ഈ ജന്മം സ്വർഗസ്ഥൻ ഭാഗ്യമാണ് ഈ ജന്മം സ്വർഗസ്ഥൻ ദാനം ചെയ്ത ഭാഗ്യമാണ് ഈ ജന്മം സ്വർഗസ്ഥൻ ഭാഗ്യവാദിലുയർന്നു സ്വസ്ഥത കണ്ടിടുവാൻ സ്വർഗസ്ഥൻ ദാനം ചെയ്ത ഭാഗ്യമാണ് ഈ ജന്മം ആരാധറിഞ്ഞുകൊള്ളുക ആരാധിച്ചു ജീവിക്കുക ആരാധറിഞ്ഞുകൊള്ളുക ആരാധിച്ചു ജീവിക്കുക ആരാധറിഞ്ഞുകൊള്ളുക ആരാധിച്ചു ജീവിക്കുക പരമാത്മരൂപം നിന്നിൽ പ്രശോഭിച്ചു വാഴട്ടെ പരമാത്മരൂപം നിന്നിൽ പ്രശോഭിച്ചു വാഴട്ടെ ജന്മവും കർമ്മമതും ബുദ്ധിയായി ഭവിച്ചാൽ ജന്മവും കർമ്മമതും ബുദ്ധിയായി ഭവിച്ചാൽ ജന്മവും കർമ്മമതും ബുദ്ധിയായി ഭവിച്ചാൽ ജന്മവും കർമ്മമതും ബുദ്ധിയായി ഭവിച്ചാൽ ഈശ്വര രൂപം കാണാം സദ്ഗുരു രൂപം കാണാം ഈശ്വര രൂപം കാണാം സദ്ഗുരു രൂപം കാണാം ജന്മവും കർമ്മമതും ബുദ്ധിയായി ഭവിച്ചാൽ ഈശ്വര രൂപം കാണാം സദ്ഗുരു രൂപം കാണാം പൂർണ്ണമായി തീർന്നിടട്ടെ പൂർത്തിയായി തീർന്നിടട്ടെ പൂർണ്ണമായി തീർന്നിടട്ടെ പൂർത്തിയായി തീർന്നിടട്ടെ പൂർണ്ണമായി തീർന്നിടട്ടെ പൂർത്തിയായി തീർന്നിടട്ടെ സത്യശുഭാനന്ദത്തെ ആത്മാവിൽ കണ്ടിടട്ടെ സത്യശുഭാനന്ദത്തെ ആത്മാവിൽ കണ്ടിടട്ടെ ആത്മാവായി കണ്ടിടട്ടെ സത്യശുഭാനന്ദത്തെ ആത്മാവായി കണ്ടിടട്ടെ ആത്മാവിൽ എന്ന് പറയുമ്പോൾ ആത്മാവിനോട് വേറെ നിൽക്കുക അങ്ങനല്ല ശുഭാനന്ദം കണ്ടു കഴിയുമ്പോൾ പിന്നെ എല്ലാം ഒന്നാണ് പൂർണ്ണമായി തീർന്നിടട്ടെ പൂർത്തിയായി തീർന്നിടട്ടെ സത്യശുഭാനന്ദത്തെ ആത്മാവായി കണ്ടിടട്ടെ പൂർണ്ണമായി തീർന്നിടട്ടെ പൂർത്തിയായി
കണ്ടറിഞ്ഞ് അതിന്റെ സമ്പൂർണ്ണാവസ്ഥയോടുകൂടി ഇത് മഹാഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മഹാഭാഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അഴിവില്ലാത്ത ആത്മബന്ധത്തിൽ ജീവിക്കുവാൻ തീരുമാനിക്കുന്നവരൊന്ന് കൈ ഉയർത്തിക്കട്ടെ, കൈ അടിക്കട്ടെ. പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ. സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി തീർന്നിടട്ടെ, സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി തീർന്നിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ. സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി തീർന്നിടട്ടെ, സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി തീർന്നിടട്ടെ, സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി തീർന്നിടട്ടെ, സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി തീർന്നിടട്ടെ. നിഷ്കളങ്ക ഭക്തിയോടുകൂടി എന്നാളും ഗുരുവിനോടൊത്ത് ജീവിക്കുവാൻ ഗുരു തന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാണ്. ഗുരുവിനെ ചിന്തിക്കുക, ഗുരുവിനെ പറയുക, ഗുരുവിനെ കർമ്മിക്കുക, ഗുരുരൂപമായി തീരട്ടെ. സർവ്വതും ഗുരുരൂപമായി തീരട്ടെ. ഗുരുരൂപം ഗുണരൂപമാണത്, സർവത്തെയും ലയിപ്പിക്കുന്ന രൂപമാണ്. ഇത് സംഹാരകാലമാണ്. സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന 3 വ്യവസ്ഥകളിലൂടെ ഇത് സംഹാരകാലമാണ്, അന്ത്യയുഗമാണ്, കലിയുഗമാണ്. അജ്ഞാനത്തെ സംഹരിച്ച് വിജ്ഞാനികളാക്കി വിജ്ഞാന രൂപത്തോട് ചേർക്കുവാൻ വിജ്ഞാന സമ്പൂർണ്ണാകുന്ന ഗുരു അവതാരമായി വന്ന കാലമാണ്. ആ അവതാരത്തെയാണ് നിങ്ങൾ കാണുന്നത്, ആ അവതാരത്തെയാണ് നിങ്ങൾ കേൾക്കുന്നത്, ആ അവതാരത്തെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്. നിങ്ങളിൽ പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ. സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി കണ്ടിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ, പൂർണ്ണമായി തീർന്നിടട്ടെ, പൂർത്തിയായി തീർന്നിടട്ടെ. സത്യശുദ്ധാനന്ദത്തെ ആത്മാവായി കണ്ടിടട്ടെ. ഈ ഉദ്ഘോഷണങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ കേടുപാടുകളെ തകർത്ത് അകത്തേക്ക് പ്രവേശിക്കുവാൻ ഞാനിതാ ആജ്ഞാപിക്കുകയാണ്. സർവാന്ധകാരങ്ങൾ ഭസ്മീകരിക്കപ്പെടട്ടെ, കലിയുഗ ഖഡ്ഗി വിജയിക്കട്ടെ, ഭാരതവതാരം വിജയിക്കട്ടെ, ആത്മബോധോപദേശങ്ങൾ വളരട്ടെ, ആത്മബോധോപദേശങ്ങൾ വളരട്ടെ, ആത്മനാഥൻ ആത്മാക്കളിൽ കളിയോടി വിളയാടി വാഴുമാറാകട്ടെ. എന്റെ ഓമന കുഞ്ഞുങ്ങൾ എവിടെയെല്ലാം നിന്ന് ഓടിയെത്തിയിരിക്കുന്നു. ഈ ജ്ഞാനാവിഷയത്തിന് വേണ്ടി കൊതിക്കുന്നു. അജ്ഞാനികൾ പലവിധത്തിൽ ദുഷിക്കുന്നു. അത് നമ്മളെ ബാധിക്കാൻ പാടില്ല. ആ ദുഷിയൊന്നും പരമഭക്തരിൽ യേശുകയില്ല. പരമഭക്തന്മാരുടെ ആയുധമാ ഭക്തിയാണ്. ആ ക്ഷമയാകുന്ന ആയുധത്താൽ ലോകത്തെ ജയിക്കുവാൻ ഞാനിതാ വീണ്ടും നിങ്ങളെ അറിയിക്കുകയാണ്. പക്ഷേ ഗുരുവിനോട് എതിർക്കുകയും ഗുരുവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവരോട് ഇടപെടുവാൻ ഗുരുവിന് അനുവാദം തന്നിട്ടില്ല. അത് പ്രത്യേകമായി നിയമപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗുരുനിന്ദന്മാരെ അകറ്റി നിർത്തണം. അവരെ നഷ്ടപ്പെടുത്താനല്ല, അവരിൽ അത് ബോധ്യപ്പെടുന്നത് വരെ അവർ ഇതിനുള്ളിൽ നിന്നൊന്ന് വെളിയിൽ നിൽക്കട്ടെ. കാരണം നല്ലതായുള്ള വസ്തുക്കൾ ചേർത്ത് നന്മ വളർത്തുവാൻ ഈശ്വരൻ തീരുമാനിക്കുമ്പോൾ അതിനിടയിലേക്ക് കരട് കിടന്നാൽ ആ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ആ ചോറ് വിളമ്പി അത് വാരി ആദ്യമാ കൗതുകത്തോടുകൂടി ആർത്തിയോടുകൂടി ആദ്യത്തെ ഉരുളയെടുത്ത് വായിലോട്ട് വെച്ചപ്പോൾ കല്ല കടിച്ചതെങ്കിൽ അതിന്റെ എല്ലാ സുഖവും നമുക്ക് നഷ്ടപ്പെടും. അതുപോലെ ഈ കടികൊള്ളുന്ന കല്ലുകളൊന്നും അല്ല നമുക്ക് വേണ്ടത്. ആ ഉന്നതമായ ആഹാരം ഈ
ഈശ്വരൻ ഒരുക്കിയിട്ടുണ്ട്. ശുഭമായ ആനന്ദം ഈശ്വരൻ തരുന്നുണ്ട്. ആ ആനന്ദത്തെ നുകർന്നനുഭവിക്കുവാൻ ഭക്തിയുള്ളവരായി, വിനയമുള്ളവരായി, ധീരതയുള്ളവരായി ലോകത്തിൽ ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മഹാഗോപുരത്തെ ശക്തിവത്തായി തന്നെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴുന്നുണ്ട്. അതെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് വിരാട് സ്വരൂപത്തെ ലോകത്തിലേക്ക് പ്രകാശിപ്പിക്കുവാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കാണുവാൻ ഭാഗ്യമുള്ളവർ, അത് കാണുവാൻ അർഹതയുള്ളവർ ഇവിടെ നിലനിൽക്കും, എന്നോടുകൂടി ഉണ്ടാവും. അവരോടൊത്തുചേർന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്യും. അത് ലോകത്തിന് ഞാൻ ദാനം ചെയ്യും. അത് ലോകത്തിന്റെ ശാന്തിക്കായി ദാനം ചെയ്യും. അത് അനുഭവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെ കരുതട്ടെ. ഓ, ഒത്തുചേർന്ന് ആരാധിക്കുവിൻ, പ്രാർത്ഥിക്കുവിൻ. ആ പ്രാർത്ഥനകൾ ഈശ്വരൻ സ്വീകരിക്കട്ടെ. അതിനുവേണ്ടി ഒരു ഉന്നത ജന്മത്തെ ഞാൻ കരുതിയിരിക്കുന്നു. അതിൽ കൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നിയോഗശക്തിയാണ് പ്രവർത്തിക്കുന്നത്. ഓ, നിഷേധിക്കാൻ കഴിയാത്ത നിയോഗശക്തിയാണ് ശുഭാനന്ദ ശക്തി. ആ ശുഭാനന്ദ ശക്തിയാണ് ഓരോരുത്തരിൽ കൂടിയും ഓരോ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രത്യക്ഷമായ ഒരു നിയോഗശക്തിയെ നിലനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു. ആത്മദീപം ആത്മാനന്ദ ദീപമായി എന്നാളും കാണുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ആയുരാരോഗ്യ സൗഖ്യത്തോടെ കരുതട്ടെ. അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും കരുതട്ടെ. സർവശക്തിയുടെ കാരുണ്യം നിങ്ങൾക്ക് വേണ്ടി ചൊരിയട്ടെ. നടന്ന ശാഖാശ്രമ വാർഷികം ഉന്നതവും അതിശ്രേഷ്ഠവുമായി നടത്തപ്പെട്ടു. എന്റെ സന്താനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും അവിടെ എത്തിച്ചേർന്നു. ഒത്തുചേർന്ന് നിങ്ങളതെല്ലാം പ്രവർത്തിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ്. ആ സന്തോഷം നിങ്ങളിൽ ആനന്ദമായി നിലനിൽക്കുമാറാകട്ടെ. ഇനിയും നടക്കാനുള്ള കർമ്മങ്ങൾ, അനേകം ശാഖാശ്രമ വാർഷികങ്ങൾ നടക്കാറുണ്ട്. അത് ഡേറ്റ് പറഞ്ഞ് ഞാൻ എല്ലാം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം എല്ലായിടത്തും പോയി എല്ലാവരും പങ്കെടുക്കുക. എല്ലായിടത്തും അത് വിജയപ്രദമാകട്ടെ. ലോകം അറിയട്ടെ. പറയാൻ മരിച്ചിട്ടില്ല. ശിവാനന്ദ ഗുരു മരിച്ചിട്ടില്ല. തിരിച്ചു വന്ന് പ്രവർത്തിക്കുന്നു. അത്ഭുതങ്ങളോടെ പ്രവർത്തിക്കുന്നു. ലോകം അറിയട്ടെ, ആരാധിക്കട്ടെ. അതിനുവേണ്ടി ഓരോ കർമ്മങ്ങളും നിങ്ങൾ ഒത്തൊരുമിച്ച് നടത്തുക. ശക്തി നിങ്ങളെയും രക്ഷിക്കുമാറാകട്ടെ. എല്ലാ നേർച്ചകളും ഞാനിതാ സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവരെയും ദർശിച്ചിരിക്കുന്നു. ഈ ആനന്ദം നഷ്ടമാക്കാതെ നിങ്ങൾ ജീവിക്കുക. ആത്മനാഥൻ നിങ്ങൾക്കായി ലോകത്തിൽ വാഴുമാറാകട്ടെ. നെടുനാൾ ലോകത്തിൽ വാഴുമാറാകട്ടെ. നെടുനാൾ ലോകത്തിൽ വാഴുമാറാകട്ടെ. സർവശക്തിയും സർവദേവീദേവന്മാരും ദൂതപരമ്പരകളും പ്രകൃതിയും നിങ്ങളുടെ ഓരോരുത്തരുടെയും കർമ്മങ്ങൾക്ക് തുണയായി നിലനിൽക്കുമാറാകട്ടെ. എല്ലാ ഭവനങ്ങളെയും, എല്ലാ ശാഖാശ്രമങ്ങളെയും, എല്ലാ പ്രവർത്തകരെയും, സന്യാസ പരമ്പരകളെയും, സുഖമില്ലാതെ കഴിയുന്നവരെയും എല്ലാവരെയും ഈശ്വരൻ ദർശിക്കട്ടെ. എല്ലാവരെയും രക്ഷിക്കുവാൻ